Hi viewers, I'm Jenji. So you have learned three tenses: present simple tense, past simple tense and future simple tense, and you know how to use it. ഇപ്പോൾ ഏതൊരു ഭാഷ പഠിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ആ ഭാഷ സംസാരിക്കുന്നവരുടെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് യു ലീവ് വിത്ത് ദം. പക്ഷെ നമുക്കിപ്പോൾ അതിനുള്ള സൗകര്യമില്ല. ഇപ്പം തമിഴ് പഠിക്കാനുള്ള എളുപ്പ വഴി എന്താണ്? തമിഴ്നാട്ടിൽ പോയിട്ട് കുറച്ച് കാലം നിന്നാൽ മതി. അതുപോലെ കന്നഡ പഠിക്കണമെങ്കിൽ കർണാടകയിൽ പോയാൽ മതി. ഹിന്ദി പഠിക്കാൻ ഹിന്ദി പ്രദേശത്ത് പോയാൽ മതി. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താണ്? ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുമായിട്ട് ഇടപഴകുക എന്നുള്ളതാണ്. അപ്പോൾ അത് അത്രത്തോളം പ്രായോഗികമല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത്. അപ്പം ഇവിടെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എഫർട്ട് വേണം. മറ്റേത് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ദിവസവും കേൾക്കുന്നു, നമ്മൾ ഉത്തരം പറഞ്ഞ് കേട്ട് അങ്ങോട്ട് പഠിക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എഫർട്ടും കൂടി ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഭാഷ സ്വായത്തമാക്കാൻ കഴിയും. അതിനാണ് ഞാൻ നേരത്തെ ഡിക്ഷണറി വായിക്കാനും ഗ്രാമർ ബുക്ക് വായിക്കാനും ഇതിനൊക്കെ പറഞ്ഞത്. അതിൽ നിന്നൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കും. കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഭാഷ പെട്ടെന്ന് വശമാകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇവിടെ നമുക്ക് ഒരു പദം, നമ്മുടെ കയ്യിൽ പദസമ്പത്ത് വേണം. അപ്പോൾ ഒരു പദം കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ടെൻസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3 ടെൻസേ പഠിച്ചുള്ളൂ. അപ്പോൾ ഒരു വേർബ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ, നമ്മൾ നേരത്തെ കണ്ടു ടെൻസ് മാറുക എന്ന് പറഞ്ഞാൽ വേർബിലാണ് മാറ്റം വരുന്നത്. അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ വേണ്ട വേർബുകളുടെ എല്ലാ ഫോംസും അറിയണം. അതിൻ്റെ കൂടെ അതിൻ്റെ പ്രയോഗവും അറിയണം. ഇപ്പം നമ്മൾ പഠിച്ച ഈ 3 ടെൻസ് കൊണ്ടാണ് 40% നമ്മുടെ സംഭാഷണങ്ങൾ നടന്നു പോകുന്നത്. 40% ഈ 3 ടെൻസാണ്. അത്രയും പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളതാണ്. ഒരു വേർബ് എടുത്തിട്ട് ഈ 3 ടെൻസിലൂടെയും കൂടി ഉപയോഗം നോക്കുക. അപ്പോൾ അതോടുകൂടി നിങ്ങൾക്ക് വേറെ ഏത് വേർബ് എടുത്തിട്ട് അത് ചെയ്യാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ വറ്റും എടുത്തു നോക്കേണ്ട, ഒരു വറ്റ്. അതുപോലെ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഓരോ വേർബ് എടുക്കുക. ഒരു വേർബ് നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി ഏത് വേർബ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ സ്വന്തമായിട്ട് വാക്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് CALL കോൾ എന്നൊരു വേർബ് എടുക്കുക. CALL കോൾ. വാട്ട്സ് ദ മീനിങ് ഓഫ് കോൾ? വിളിക്കുക എന്നാണ് കോൾ. അപ്പോൾ ആദ്യം അതിൻ്റെ 5 ഫോം അറിയണം. കോൾ, കോൾസ്, കോൾഡ്, കോളിംഗ് ആൻഡ് കോൾഡ്. അവസാനത്തത് 3ാമത്തെയും 5ാമത്തെയും കോൾഡ് തന്നെയാണ്. അത് നമ്മൾ പഠിക്കാൻ എളുപ്പത്തിൽ എങ്ങനെയാണ് പറയുക? കോൾ, കോൾഡ്, കോൾഡ്. അതിൽ ആദ്യത്തെ കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക. പിന്നെ പറയുന്ന കോൾഡിൻ്റെ അർത്ഥം വിളിച്ചു. അവസാനം പറയുന്ന കോൾഡിന് അർത്ഥം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ വ്യക്തമായ അർത്ഥം പറയാൻ പറ്റില്ല. ഇനി നമുക്കത് ഉപയോഗിച്ച് എങ്ങനെയാണ് വാക്യങ്ങൾ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമ്മൾ നേരത്തെ പഠിച്ച ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, കോൾ മീ ആഫ്റ്റർ 7. കോൾ മീ ആഫ്റ്റർ 7. 7 മണി കഴിഞ്ഞിട്ട് എന്നെ വിളിക്കൂ. ഡോണ്ട് കോൾ മീ ബിഫോർ ദാറ്റ്. ബിഫോർ ദാറ്റ്, അതിന് മുൻപ്. ഏതാ? 7 മണിക്ക് മുമ്പ്. ഡോണ്ട് കോൾ മീ ബിഫോർ ദാറ്റ്, അതിന് മുമ്പ് എന്നെ വിളിക്കരുത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ കോൾ ഉപയോഗിക്കാമെന്ന് മനസ്സിലായില്ല. പോസിറ്റീവായി, നെഗറ്റീവായി. ഇനി ആദ്യം പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? കോൾ എന്ന വേർബ്. ഐ കോൾ മൈ മദർ എവറി ഡേ. ഐ കോൾ മൈ മദർ എവറി ഡേ. ഞാൻ ദിവസവും എൻ്റെ അമ്മയെ വിളിക്കാറുണ്ട്. കാരണം ഞാൻ ദൂരെയാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ അമ്മയെ ദിവസവും വിളിക്കും. ഐ കോൾ മൈ മദർ എവറി ഡേ. ഐ ഡോണ്ട് കോൾ മൈ ഫ്രണ്ട്സ് എവറി ഡേ. ഐ ഡോണ്ട് കോൾ മൈ ഫ്രണ്ട്സ് എവറി ഡേ. ഞാൻ ദിവസവും എൻ്റെ സുഹൃത്തുക്കളെ വിളിക്കാറില്ല. അമ്മയെ വിളിക്കാറുണ്ട്, പക്ഷേ സുഹൃത്തുക്കളെ വിളിക്കാറില്ല. ഇനി അതിൻ്റെ ചോദ്യം ഉണ്ടാക്കുകയാണ്. ഡു യു കോൾ യുവർ ബ്രദർ എവറി ഡേ? ഡു യു കോൾ യുവർ ബ്രദർ എവറി ഡേ? നിങ്ങൾ ദിവസവും നിങ്ങളുടെ സഹോദരനെ വിളിക്കാറുണ്ടോ? ഡോണ്ട് യു കോൾ യുവർ സിസ്റ്റർ എവറി ഡേ? ദിവസവും നിങ്ങളുടെ സഹോദരിയെ വിളിക്കാറില്ലേ? അപ്പം നമുക്ക് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഒരൊറ്റ CALL കോൾ എന്ന വാക്ക് ഉപയോഗിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ പാസ്റ്റ് സിമ്പിൾ ടെൻസിലേക്ക് പോകുമ്പോൾ കോൾഡ് ആവും. ഐ കോൾഡ് മൈ ഫാദർ യെസ്റ്റർഡേ. ഐ കോൾഡ് മൈ ഫാദർ യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചിരുന്നു. കോൾഡ് എന്ന് പറഞ്ഞാൽ വിളിച്ചിരുന്നു, വിളിച്ചു എന്നൊക്കെയാണ്. ഐ ഡിഡിൻറ്റ് കോൾ മൈ സിസ്റ്റർ യെസ്റ്റർഡേ. ഐ ഡിഡിൻറ്റ് കോൾ മൈ സിസ്റ്റർ യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ എൻ്റെ സഹോദരിയെ വിളിച്ചില്ല. ഡിഡ് യു കോൾ യുവർ ബ്രദർ യെസ്റ്റർഡേ? ഡിഡ് യു കോൾ യുവർ ബ്രദർ യെസ്റ്റർഡേ? ഇന്നലെ സഹോദരനെ വിളിച്ചിരുന്നോ? ഡിഡിൻറ്റ് യു കോൾ യുവർ സിസ്റ്റർ യെസ്റ്റർഡേ? നിൻ്റെ സഹോദരി ഇന്നലെ വിളിച്ചില്ലേ? അപ്പം പാസ്റ്റ് സിമ്പിൾ ഉപയോഗിച്ചിട്ടും 4 തരം വാക്യങ്ങൾ കിട്ടി. ഇനി നമുക്ക് ഫ്യൂച്ചർ കൂടി നോക്കാം. ഫ്യൂച്ചറിൽ എന്താണ്? ഓക്കെ, ഐ വിൽ കോൾ യു ലേറ്റർ. ഐ വിൽ കോൾ യു ലേറ്റർ. ഞാൻ നിന്നെ പിന്നെ വിളിക്കാട്ടോ. അപ്പം ഞാൻ കുറച്ചൊരു തിരക്കിലാണ്. ഐ വിൽ കോൾ യു ലേറ്റർ.
ഐ വോണ്ട് കോൾ യു റൈറ്റ് നൗ. റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ ഈ നിമിഷം ഇപ്പം എനിക്ക് വിളിക്കാൻ പറ്റില്ല, ഞാൻ കുറച്ച് തിരക്കിലാണ്, ജോലി തിരക്കിലാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വിളിക്കൂല. ഐ വോണ്ട് കോൾ യു റൈറ്റ് നൗ. ഇനി ചോദ്യം വരുമ്പോൾ ഞാൻ നോക്കിയോളൂ. വിൽ യു കോൾ മീ ബിഫോർ യു സ്റ്റാർട്ട്? വിൽ യു കോൾ മീ ബിഫോർ യു സ്റ്റാർട്ട്? നീ അവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ്, ചിലപ്പോഴൊക്കെ നമ്മുടെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ ഇവരോടൊക്കെ പറയില്ല, അല്ല അവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഒന്ന് വിളിക്കണേ, ഇവിടെ എനിക്ക് റെഡി ആയിട്ട് നിൽക്കാനാണ്, അവിടുന്ന് പുറപ്പെടുന്നത്. സോ വിൽ യു കോൾ മീ ബിഫോർ യു സ്റ്റാർട്ട്? നീ പുറപ്പെടുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിക്കുമോ? വോണ്ട് യു കോൾ മീ ആഫ്റ്റർ യു ഗെറ്റ് ദർ? വോണ്ട് യു കോൾ മീ ആഫ്റ്റർ യു ഗെറ്റ് ദർ? ഇപ്പോൾ എവിടത്തേക്കെങ്കിലും വീട്ടിൽ നിന്ന് ആരെങ്കിലും പോവുകയാണ്, അല്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് വിളിക്കുമല്ലോ, അതാണ് വോണ്ട് യു കോൾ മീ ആഫ്റ്റർ യു ഗെറ്റ് ദർ. അവിടെ എത്തിയതിന് ശേഷം, ഗെറ്റ് എത്തുക എന്നർത്ഥം, ആഫ്റ്റർ യു ഗെറ്റ് ദർ. കണ്ടില്ലേ? അപ്പം നമ്മളിപ്പോൾ ഏതാണ്? CALL കോൾ എന്ന ഒരൊറ്റ പദം ഉപയോഗിച്ചിട്ട്, ഒരൊറ്റ വേർബ് ഉപയോഗിച്ചിട്ട് ഈ 3 ടെൻസിലേക്കും പോകാൻ നമുക്ക് കഴിയും. ഇനി ഇതുപോലെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ബ്രിങ്, ടേക്ക്, ഇങ്ങനെ തുടങ്ങി ചെറിയ പദങ്ങൾ എടുക്കുക, ചെറിയ വേർബുകൾ എടുക്കുക. ആ വേർബുകൾ എടുത്ത് സ്വന്തമായിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതായിരിക്കണം. അത് നിങ്ങളിങ്ങനെ ഉപയോഗിച്ച് പഠിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു very much for watching this video. Goodbye till we meet again.